ഓരോ കുറ്റകൃത്യങ്ങളും ബാക്കിയാക്കുന്നത് ദുരൂഹതകൾ മാത്രമാണ്. അത്തരത്തിലൊരു ക്രൂര കൊലപാതകമാണ് പുനലൂരിൽ നടന്നത്. കൊലയാളിക്കായുള്ള പോലീസിന്റെ തിരച്ചിൽ അവസാനിച്ചത് കൊല്ലപ്പെട്ടയാളിലായിരുന്നു. പുനലൂരിലെ ആളുകേറാമലയിലെ കൊലപാതക കേസിൽ ഒരു വിചിത്രമായ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. പ്രതിയെന്ന് സംശയം തോന്നി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ നൂർനാട് സ്വദേശി അനിൽകുമാർ തന്നെ കൊല്ലപ്പെട്ടതെന്ന് DNA പരിശോധനാ ഫലത്തിൽ തെളിഞ്ഞു. മാസങ്ങൾക്കിപ്പുറവും കൊലയാളിയിലേക്ക് ഒന്നെത്താൻ പോലും ആകുന്നില്ല അന്വേഷണ സംഘത്തിന്. ലോക്കൽ പോലീസ് ഈ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ചോ എന്നുള്ളതാണ്. മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം പുനലൂരിൽ ഒരു കൊലപാതകം നടക്കുന്നു. നിഷ്ഠൂരമായ കൊലപാതകം. ഒരു കാലിന് സ്വാധീനം കുറഞ്ഞ ഒരു വ്യക്തിയെ റബ്ബർ പുരയിടത്തിൽ റബ്ബറിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുന്നതാണ്. ആ മൃതദേഹം കണ്ടെത്തിയത് ഈ കുന്നിന് മുകളിലാണ്. കുത്തനെ കയറ്റമുള്ള വലിയ കുന്നാണ്. അതിലൂടെ ഒരാളെ എങ്ങനെ രാത്രിയിൽ ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കും? പുനലൂരിലെ ആളുകേറാമലയിലേക്ക് പലതവണ കയറിയിറങ്ങിയിട്ടും ദുരൂഹതകൾക്ക് ഉത്തരം നൽകാൻ പോലീസിനാകുന്നില്ല. കൊല്ലപ്പെട്ടതാര്, കൊലപ്പെടുത്തിയതാര് എന്ന ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലിതാ ആളുകേറാമലയിൽ ഒളിച്ചിരുന്ന ആ ട്വിസ്റ്റും പുറത്തു വരികയാണ്. 2025 സെപ്റ്റംബർ മാസം പുനലൂരിലെ ആളുകേറാമലയിൽ നിന്ന് 10 ദിവസം പഴക്കമുള്ള മൃതദേഹം ലഭിക്കുന്നു. ആ മൃതശരീരം കത്തിച്ചു കളയാൻ ശ്രമിച്ചിരുന്നു. ഒപ്പം കൈകാലുകൾ ചങ്ങല കൊണ്ട് സമീപത്തെ റബ്ബർ മരത്തിൽ ബന്ധിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട അന്വേഷണം. സഹായത്തിനായി നാട്ടുകാരുടെ മൊഴിയില്ല, CCTV ദൃശ്യങ്ങളില്ല, മറ്റു തെളിവുകളില്ല. ആര് കൊലപ്പെടുത്തിയെന്ന ചോദ്യം അപ്പോഴും പോലീസിന് മുന്നിൽ ബാക്കി നിന്നു. കൊലപാതകം നടന്ന ഇടത്തെപ്പറ്റി പല ആളുകൾക്കും ഈ ഗേറ്റിനപ്പുറം മറ്റു കാര്യങ്ങളെപ്പറ്റി അറിവില്ല. 1.5 ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഉടമയുടെ റബ്ബർ തോട്ടം. തൊഴിലാളികളില്ലാത്തപ്പോൾ മറ്റാരും അങ്ങോട്ടേക്ക് പ്രവേശിക്കാറില്ല. വളരെ അടുത്ത് വീടുകളില്ല. റബ്ബർ തോട്ടത്തിലേക്ക് കയറാൻ പല വഴികൾ. കൊലപാതകം നടത്താൻ തിരഞ്ഞെടുത്ത ഈ പ്രദേശം തന്നെയാണ് കേസിൽ ദുരൂഹത ബാക്കിയാക്കുന്നത്. തെളിവായി ഒരു ചുള്ളിക്കമ്പ് പോലും ബാക്കി വയ്ക്കാഞ്ഞ കേസ്. ഒടുവിൽ പിടിവള്ളിയായത് തൊട്ടടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ലഭിച്ച ഒരു CCTV ദൃശ്യമാണ്. ഈ മൃതദേഹം കത്തിക്കാൻ ഒരാൾ പെട്രോൾ വാങ്ങുന്നുവെന്ന പോലീസിന് നിരീക്ഷണമുണ്ടാകുന്നു. അങ്ങനെ നൂറനാട് സ്വദേശി അനിൽകുമാർ അഥവാ അനിക്കുട്ടൻ എന്നയാളുടെ ഫോട്ടോ ഉൾപ്പെട്ട ലുക്കൌട്ട് നോട്ടീസ് പുറത്തു വരുന്നു. കൊലപാതകി എന്ന് പോലീസ് സംശയിക്കുന്ന അനിക്കുട്ടനായി മാസങ്ങൾ നീണ്ട അന്വേഷണം നടത്തി. ഒരു അർത്ഥവും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ മാസങ്ങൾക്കിപ്പുറം നിർണായകമായൊരു DNA പരിശോധനാ ഫലം പുറത്തു വന്നു. പോലീസ് പ്രതി എന്ന് സംശയിച്ചിരുന്ന അനിക്കുട്ടനാണ് അന്ന് കൊല്ലപ്പെട്ട് കിടന്നത് എന്ന വിവരം പുറത്തു വരുന്നു. അതായത് പോലീസ് പ്രതിയെ സംശയിച്ചയാളാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ കൊലപാതകി ഇപ്പോഴും ഇരുട്ടിൽ നിൽക്കുകയാണ്. വാരിയലിനേറ്റ കുത്ത് മരണത്തിന് കാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹത്തിന്റെ പല ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലുമാണ് കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ പെട്രോൾ വാങ്ങി സ്വയം ജീവനൊടുക്കിയെന്ന വാദം നിലനിൽക്കില്ല. മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും പോലീസ് ഇപ്പോൾ വിഴുങ്ങുകയാണെന്ന് പരാതിയുണ്ട്. അന്ന് ആളുകേറാമലയിൽ മരണപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിടന്ന ആളിൻ്റെ ബോഡി, അതിലെ ഒരു കാലിന് വലിയ വൈകല്യമുള്ള ആളാണ്. എന്നാൽ അവർ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം പുറപ്പെടുവിച്ച ചിത്രവും ആ ആളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ച ആ ആളിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ അത് അറിവുള്ളവരുമായി പരിചയപ്പെട്ടവരുമായൊക്കെ നമ്മളെ സമീപിച്ചപ്പോൾ ചേറ്റാനിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ആള് ആ ആളിന് യാതൊരു വൈകല്യവുമില്ലാത്ത ആളാണെന്നും ഉറപ്പിച്ചവിടുത്തെ ആളുകൾ പറയുന്നു, അറിയാവുന്നവർ. എന്നാൽ പോലീസ് ഇപ്പോൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് എന്തോ ഇരുട്ടിൽ തപ്പുകയാണ്. ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ പോലീസ്, പുനലൂർ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. പോലീസിന് ആരെയോ സംരക്ഷിക്കണം. ആരെയോ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടിയുമായി മുമ്പോട്ട് പോകുന്നത്. കൊലപാതകം നടന്ന പ്രദേശത്തേക്ക് എത്തിയാൽ ഒരു കാര്യം ഉറപ്പാണ്. ചരൽ നിറഞ്ഞ കൂറ്റൻ കയറ്റങ്ങൾ ഒരാൾക്ക് തന്നെ കയറിപ്പോകാൻ പ്രയാസമാണ്. ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം ചുമന്നു കൊണ്ടുപോവുകയും ശ്രമകരം. കൊലപാതകം നടത്തിയത് ഒന്നിൽ കൂടുതൽ ആളുകളാണോ എന്ന ചോദ്യം ഉൾപ്പെടെ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ആളുകേറാമല ആരും കയറാത്ത മലയല്ല. എല്ലാ ക്രൈം സീനുകളിലും ബാക്കിയാകുന്ന നിർണായകമായ തെളിവിൻ്റെ അംശം ഇവിടെ പോലീസിന് കണ്ടെത്താനാവുന്നില്ല.
ദുരൂഹതയുടെ മലയായി അതിപ്പോഴും തുടരുകയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.